നമസ്കാരം. മുസ്ലിങ്ങൾക്ക് മാത്രമെന്ന നിബന്ധനയോടെ ഫ്ളാറ്റ് വാടകയ്ക്ക് നൽകുന്നതിനെതിരെ വ്യാപക വിമർശനം. കിഴക്കൻ ലണ്ടനിലെ വിവിധ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ചില വീട്ടുടമസ്ഥർ മുസ്ലിങ്ങൾക്ക് മാത്രമെന്ന നിബന്ധനയോടെ മുറികൾ വാടകയ്ക്ക് നൽകുന്നതിനെക്കുറിച്ച് പരസ്യം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ പരസ്യം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും ഈ നടപടി വെറുപ്പുളവാക്കുന്നതും ബ്രിട്ടീഷ് നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും പല രാഷ്ട്രീയ നേതാക്കളും വ്യക്തമാക്കി. വുഡ്ഫോർഡ്, സ്ട്രാറ്റ്ഫോർഡ്, ലെയ്റ്റൺ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഓൺലൈനിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ പരസ്യം ചർച്ചയായതോടെ പരസ്യം വളരെ പഴയതാണെന്നും ഇപ്പോൾ മുറികൾ വാടകയ്ക്ക് നൽകുന്നില്ലെന്നും പരസ്യം നൽകിയ വീട്ടുടമസ്ഥരിൽ ഒരാൾ പ്രതികരിച്ചു. തുടർന്ന് പരസ്യം വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു. ഇത് 10 വർഷം മുമ്പ് താൻ ആദ്യമായി ഇവിടെ താമസത്തിന് വന്ന സമയത്തെ പരസ്യമാണെന്നും അദ്ദേഹം വാദിക്കുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രമെന്ന വാചകം പരസ്യം ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഒരേ മതത്തിലുള്ള വാടകക്കാരെ മാത്രം ലഭിക്കാൻ ചില വീട്ടുടമകൾ ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. നിയമം മറികടക്കാൻ ചിലർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകുന്നു എന്നും പരസ്യത്തിൽ രേഖപ്പെടുത്താറുണ്ട്. താമസിക്കുന്ന വീട്ടിലെ ഒരു മുറി വാടകയ്ക്ക് നൽകുമ്പോൾ മാത്രം താല്പര്യം വ്യക്തമാക്കാൻ നിയമപരമായി അനുവാദമുണ്ട്. എന്നാൽ മുഴുവൻ ഫ്ളാറ്റും വാടകയ്ക്ക് നൽകുമ്പോൾ ഇത്തരം പരസ്യം ചെയ്യുന്നത് നിയമലംഘനമാണ്. പരസ്യങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയവരിൽ ഒരാൾ റിഫോം UK പാർട്ടിയുടെ സാമ്പത്തിക വക്താവായ റോബർട്ട് ജെന്നിക്കാണ്. ഈ പരസ്യങ്ങൾ ആർപ്പുളവാക്കുന്നതും ബ്രിട്ടീഷ് വിരുദ്ധവുമാണ്. നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെ ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഉയരുമായിരുന്നു എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, അതോ 2 തരം പൗരന്മാരുള്ള ബ്രിട്ടനിൽ ഇതൊക്കെ ഇപ്പോൾ സ്വീകാര്യമാണോ എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. കൺസർവേറ്റീവ് പാർട്ടി നേതാവായ ജെയിംസ് ക്ലെവർലിയും ഈ പരസ്യങ്ങൾ തികച്ചും അസ്വീകാര്യമാണെന്നും നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്നും മന്ത്രിമാർ അടിയന്തരമായി ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് തികച്ചും അസ്വീകാര്യമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വാടകക്കാരോട് വിവേചനം കാണിക്കുന്നത് ഇക്വാലിറ്റി ആക്ട് പ്രകാരം നിയമവിരുദ്ധമാണ്. നമ്മുടെ ഭവന വിപണിയിൽ ഇതിന് സ്ഥാനമില്ലെന്നും ഷാഡോ ഹൗസിംഗ് സെക്രട്ടറി വ്യക്തമാക്കി. നിലവിലുള്ള സമത്വ നിയമങ്ങൾ പ്രകാരം വീട്ടുടമസ്ഥർക്കോ ഏജന്റുമാർക്കോ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായി ഫ്ളാറ്റുകൾ മാറ്റിവെക്കാനോ പരസ്യം നൽകാനോ അനുവാദമില്ല. വാടകക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ മതം, ലിംഗഭേദം, വംശീയത തുടങ്ങിയ കാര്യങ്ങളിൽ വിവേചനം കാണിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ സ്വന്തം വീട്ടിൽ താമസക്കാരെ സ്വീകരിക്കുന്നവർക്കും ഫ്ളാറ്റ് പങ്കിട്ട് താമസിക്കുന്നവർക്കും ഈ നിയമത്തിൽ ചില ഇളവുകൾ അനുവദനീയമാണ്. അവർക്ക് പരസ്യങ്ങളിൽ ചട്ടങ്ങൾ അല്പം കൂടി ഇളവുള്ളതാണ്. കൂടെ താമസിക്കാൻ പോകുന്ന വ്യക്തിയുടെ മതത്തിന്റെ കാര്യത്തിൽ മുൻഗണന നൽകാൻ ഇവർക്ക് അനുവാദമുണ്ട്. എങ്കിലും മതപരമായ മുൻഗണന വ്യക്തമാക്കുന്നവർ മറ്റുള്ളവരെ ഒഴിവാക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന്, മുറി മുസ്ലിങ്ങൾക്ക് മാത്രമെന്ന് നേരിട്ട പ്രസ്താവന ഇറക്കാൻ പാടില്ലെന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തിടെ സ്പെയർ റൂം എന്ന വെബ്സൈറ്റിൽ വന്ന ചില പരസ്യങ്ങൾ ഇതിന് ഉദാഹരണമാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് മുൻഗണന, ഹലാൽ ഭക്ഷണക്രമം പാലിക്കുന്നതിനാൽ മുസ്ലിം സ്ത്രീയെ ആവശ്യമുണ്ട് തുടങ്ങിയ പരസ്യങ്ങൾ നിയമപരമായി നിലനിൽക്കുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ വംശീയതയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ യാതൊരുവിധ മുൻഗണനയും പാടില്ലെന്നും നിയമം നിഷ്കർഷിക്കുന്നു. സമാന വിശ്വാസമുള്ളവർക്ക് ഒന്നിച്ചു താമസിക്കാൻ സൗകര്യമൊരുക്കുന്ന പ്രത്യേക വെബ്സൈറ്റുകളും ഇപ്പോൾ നിലവിലുണ്ട്. 2023 ആരംഭിച്ച മുസ്ലിം ഫ്ലാറ്റ്മേറ്റ് എന്ന വെബ്സൈറ്റ് ഒന്നിച്ച് പ്രാർത്ഥിക്കാനും നോമ്പ് തുറക്കാനും താല്പര്യപ്പെടുന്നവർക്ക് തുണയാകുന്നതാണ്. സമാനമായി ക്രിസ്ത്യൻ വിശ്വാസികൾക്കായി ക്രിസ്ത്യൻ ഫ്ലാറ്റ് ഷെയർ എന്ന ലാഭരഹിത സംഘടനയും പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം നിയമങ്ങൾ ലംഘിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പ്രമുഖ റെന്റൽ പ്ലാറ്റ്ഫോമുകൾ അറിയിച്ചു. മന്ത്രിമാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ട്.